ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മുടെ വയനാട്ടിലേക്കൊരു യാത്ര. അതും നല്ല മഴ ദിവസമാണ് ഇന്ന്. വയനാട്ടിലിപ്പോൾ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളും ഓപ്പൺ ആയി കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. വയനാട്ടിലെ മീനങ്ങാടി ലൊക്കേഷൻ കഴിഞ്ഞ് നമ്മളിപ്പോൾ കൃഷ്ണഗിരിയിലാണുള്ളത്. കൃഷ്ണഗിരിയിലെ മോറിക്യാപ്പ് ലോഡ്സ് 83 എന്നൊരു ലക്ഷറി റിസോർട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളിത് പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. നല്ല ചാറ്റൽ മഴയും നല്ല കോടയൊക്കെ ആസ്വദിച്ചു കൊണ്ടൊരു മനോഹരമായിട്ടുള്ള ഒരു വയനാടൻ ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്കിനി ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ റിസപ്ഷനിലേക്ക് കയറാം. ഇത് ഇവരെ ഫ്രണ്ട് ഓഫീസ് ലോബിയാണ് ഈ കാണുന്നത്. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടൊരു 3-4 പേര് ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മോറിക്യാപ്പ് ലോഡ്സ് 83ലാണ്. വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ലോഡ്സ് 83 ഒരു ക്രിക്കറ്റ് തീമാണ് ഇതിൻ്റെ മെയിൻ പുനരാവിഷ്കരണം. ഇത് കംപ്ലീറ്റ്ലി ഒരു ക്രിക്കറ്റ് ബേസ് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ വയനാട് മീനങ്ങാടി കഴിഞ്ഞ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ലക്ഷറി റിസോർട്ട്സ് നിർമ്മിച്ചിട്ടുള്ളത്. 1983 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോക കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള ഓർമ്മകളെ പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു ലക്ഷറി റിസോർട്ട്സ് മോറിക്യാപ്പ് ലോഡ്സ് 83. വയനാട്ടിലെ തന്നെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ലക്ഷറി റിസോർട്ട്സുകൾ ഇടം നേടിയിട്ടുള്ള ലോഡ്സ് 83 റിസോർട്ട്സിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ലോഡ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? ഞങ്ങളിവിടെ കറക്റ്റ് ടൈമിൽ തന്നെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ചെക്കിംഗ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് എൻട്രി ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കുള്ള ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. കിഡ്സ് പ്ലേ ഏരിയ സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ എന്തൊക്കെയാണ് ഇവിടെ കിഡ്സ് പ്ലേ ഏരിയയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടെറഫ് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുട്ബോൾ പ്ലെയേഴ്സിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കിഡ്സ് പ്ലേ ഏരിയ. പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇത് ഇവിടെ സെപ്പറേറ്റ് നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതൊക്കെ കുട്ടികളുടെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇതവിടെ ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഊഞ്ഞാല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഫുട്ബോൾ ടർഫാണിത്. ദെൻ നമ്മളെ ഫ്രണ്ട് ഇവിടെ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് ആക്ച്വലി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഫുട്ബോൾ പ്ലെയേഴ്സിനും ക്രിക്കറ്റ് പ്ലെയേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ടർഫ് ഏരിയ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആണല്ലോ, ഇത്രയും സ്പേസ് ഉണ്ട്. ബോൾ എറിയാൻ ആളില്ല അല്ലേ? നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബോൾ എറിഞ്ഞു കൊടുക്കാൻ ആളില്ല. അതെ. ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. റിസപ്ഷനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു പാർക്കിംഗ് സ്പേസ്. ഇന്ന് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇന്ന് അത്യാവശ്യം നല്ല ഗസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊരു ഫ്രണ്ടിലത്തെ ഒരു ഏരിയയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഷേപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ നല്ല ഫോട്ടോ ഫ്രെയിംസ് കിട്ടും. ഞാൻ ഇവിടുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോകാം കേട്ടോ. നമുക്ക് ഈവനിങ്ങിൽ ഒരു ടീ സ്നാക്സ് കോംപ്ലിമെൻ്ററി ഉണ്ട്. അത് പാക്കേജിൽ ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പൂളിലൊക്കെ ഇറങ്ങണം. അതാണ് നമ്മളൊരു ഷെഡ്യൂൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്. ഹെവി റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് സ്പേസ് ഉണ്ട്. സ്പേഷ്യസ് ആണ്. നല്ലൊരു ലക്ഷറി മോഡൽ, നല്ല ആംബിയൻസ് ആണ് പുറത്തൊക്കെ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്കിനി ടീ സ്നാക്സ് ഒക്കെ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പൂളിലൊന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മളിത് ഈവനിങ്ങിൽ ഇവരൊരു ടീ, കോഫി, അതുപോലെ തന്നെ പഴംപൊരി, പിന്നെ ഒരു ഇതുണ്ടോ ഈ ഒരു സ്നാക്സ്, ഒരു നെഗറ്റ്സ് പോലെ കട്ട്ലറ്റ്. അപ്പോൾ നമ്മൾ ഒരാൾ കോഫി പറഞ്ഞു, പിന്നെ ഇവിടെ സ്നാക്സ് ഉണ്ട്, ദെൻ ഇവിടെ ടീ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈവനിങ്ങിൽ ഇവർ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു 4:30 to 6 o'clock ഉള്ളിൽ വരണം കേട്ടോ. നമുക്കൊരു ടീ, കോഫി കോംപ്ലിമെൻ്ററി ആണ്.
ഇതിന് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ട, നമ്മുടെ പാക്കേജിൽ ഇത് ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ ഗൈസ്, ഞാനിതാ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇവിടുത്തെ പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക ഒരു ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഡ്രസ് കോഡ് കമ്പൽസറി ആണ്. അപ്പോൾ ഡ്രസ് കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിട്ടിരിക്കുന്നത് കോട്ടൺ ക്ലോത്താണ്. ഞാൻ നൈലോൺ ക്ലോത്തുള്ള ടീഷർട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇതേ കോട്ടൺ ടീഷർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നൈലോൺ കമ്പൽസറി ആണ് കേട്ടോ. അതുപോലെ തന്നെ ട്രൗസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൈലോൺ കമ്പൽസറി ആണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഹെയർ ക്യാപ്പ്. ഇത് ഓട്ടോമാറ്റിക് ഫിൽട്രേഷനാണ്, 24 hours ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫിൽട്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സേഫാണ്. അപ്പോൾ എങ്ങനെ നമുക്കിന്ന് നമ്മുടെ മോറിക്യാപ്പ് ലോഡ്സ് 83 റിസോർട്ട്സിലെ നമ്മളെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തെ തൊട്ടടുത്തുണ്ട് കേട്ടോ. അതേ കാണുന്നു, ഒന്ന് കാണിച്ചേ, അതാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ക്രിക്കറ്റ് നമ്മളെ ടർഫ് ഏരിയയും പിന്നെ ഒരു ഈവനിങ്ങിൽ ഒരു ടീ സ്നാക്സ് ഒക്കെ കഴിച്ചു, സ്വല്പം ഒന്ന് റിലാക്സ് ചെയ്തു. നമ്മൾ റൂമിൽ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തിട്ടില്ല. പൂളിൽ ഇറങ്ങിയിട്ട് നമ്മളൊന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷമാണ് നമ്മൾ റൂമിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പൂളിൽ ഇറങ്ങാൻ പോവാണ്. അയ്യോ, അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ്സ് 83-ലെ നൈറ്റിലെ ഒരു വൈബ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിന്നർ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് പാക്കേജ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിന്നർ 8:30 ആകുമ്പോഴത്തേക്കും റെഡി ആക്കിയിട്ടുണ്ട് അവർ. അലാക്കാട്ടായിരുന്നു. അപ്പോൾ ഡിന്നർ മെനു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂട്ട്സിൻ്റെ നൈറ്റ് വൈബ്, പ്രീമിയം സൂട്ട്, പൂൾ സൂട്ട്, അങ്ങനെ 2 കാറ്റഗറിയിലായിട്ട് അറൗണ്ട് ഒരു 36 റൂംസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ സ്പാ വരുന്നുണ്ട്, ഗാർഡൻ ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു, ആംഫി തിയേറ്റർ ഉണ്ട്, ക്രിക്കറ്റ് ടെറഫ്, ഫുട്ബോൾ ടെറഫ്, ബോർഡ് റൂം ഉണ്ട്, ബാൻക്വറ്റ് ഹാള് വരുന്നുണ്ട്, VIP ലോഞ്ച് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ പിന്നെ നമ്മൾ ആടി തിമിർത്തിട്ടുണ്ടായിരുന്നു. അത്രയും ഫെസിലിറ്റി ഉള്ള വയനാട്ടിലെ ഒരു കിഡിലൻ ലക്ഷറി പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ ലോഡ്സ് 83. അപ്പോൾ നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. റെസ്റ്റോറൻ്റ് ആണ് ഇത് കാണുന്നത് കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹെവി ഡൈനിങ് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ആംബിയൻസ് വൈസ് സൂപ്പർ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടർ എന്ന നിലയിൽ ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചിക്കൻ സൂപ്പല്ല, ചിക്കൻ്റെ ഒരു ക്ലിയർ സൂപ്പ് മോഡലിൽ. അപ്പോൾ നമ്മൾ സൂപ്പ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തും. നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ വൈറ്റ് റൈസും ഫിഷ് മസാലയും അതിലേക്ക് ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഫ്ലേവർ ഒരു ടൊമാറ്റോൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട്. ടൊമാറ്റോ സോൾസ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു സൂപ്പ്, ക്ലിയർ സൂപ്പും അതുകൊണ്ട് ചിക്കനും അതുപോലെ തന്നെ ക്ലിയർ സൂപ്പ് ഇതൊക്കെയാണ് നോർമലി കഴിക്കാറ്. ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. പക്ഷേ സൂപ്പ് അടിപൊളിയാട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, സംഭവം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പ് കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം നമ്മുടെ ഡിന്നർ. അപ്പോൾ ഡിന്നർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അലാക്കാട്ടാണ്, ഇപ്പം ഗസ്റ്റ് കുറവായതുകൊണ്ട് ബൊഫെ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പാക്കേജിൽ കോംപ്ലിമെൻ്ററി ആണ്. ഡിന്നർ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പാക്കേജ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ MAP പ്ലാനിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള MAP പ്ലാനിൽ നിങ്ങൾക്ക് ഇവിടെ റൂംസ് ഒക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സർവീസ് അപ്പോൾ നമ്മൾ ഡിന്നർ ഓൾമോസ്റ്റ് എല്ലാം എത്തിയിട്ടുണ്ട്. നമ്മളൊരു വൈറ്റ് റൈസ്, ചപ്പാത്തി, ഫിഷ് മസാല കറിയും അതുപോലെ ചില്ലി ചിക്കൻ, ചപ്പാത്തി, ഇത്ര ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡെസേർട്ട് പറഞ്ഞിട്ടുണ്ട്, ഐസ്ക്രീമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അലാക്കാട്ടാണ്, പൊതുവെ ഗസ്റ്റ് കുറവായതുകൊണ്ട് അലാക്കാട്ടാണ്.
ഫുള്ള് റൂംസൊക്കെ ഫുള്ളാണെങ്കിൽ നിറയെ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബൊഫെ പ്രൊവൈഡ് ചെയ്യും. കേട്ടോ ഇത് അവർ ചില്ലി ചിക്കൻ ഉണ്ട്. ചില്ലി ചിക്കനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഹാഫ് പോർഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്കിനി ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ ചെന്ന് ഗുഡ് നൈറ്റ് പറയും. ദെൻ ആഫ്റ്റർ മോർണിംഗിൽ നമുക്ക് ഇവിടുത്തെ മോർണിംഗിൽ ക്ലൈമറ്റ് നല്ല മഴയുണ്ടെന്ന് വയനാട്ടിൽ വരുമ്പോഴൊക്കെ നല്ല കോടയായിരുന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്, പൊതുവെ നല്ല ആംബിയൻസ് ആണ് ഇവിടുത്തെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ലൈക്ക് മോറിക്കാപ്പ് റിസോർട്ടിൻ്റെ അതേപോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിരുന്നാൽ നമുക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് മോർണിംഗിൽ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ പൂൾ സൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി കേട്ടോ. കപ്പിൾസ് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇത് നല്ല പ്രൈവസി ആയിരിക്കും. പൂളൊക്കെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ബാൽക്കണിയിലാണ് ഇവരുടെ പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫോറസ്റ്റ് വ്യൂ ഒക്കെ കിട്ടും പുറത്തോട്ട്, നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ കപ്പിൾസിനൊക്കെ ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ പൂൾ സൂട്ട് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രീമിയം സൂട്ട് എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രീമിയം കാറ്റഗറി റൂംസ്. ഈ ബെഡ്റൂമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ബാൽക്കണിയൊക്കെ അറ്റാച്ച്ഡ് ആണ്, നല്ല കാറ്റുമുണ്ട്. പുറത്ത് നമുക്കിങ്ങനെ കാറ്റ് കൊണ്ട് ഇവിടെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ബാൽക്കണിയിലൊക്കെ വന്നിരുന്ന് കാറ്റ് കൊണ്ട് നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. ബെഡ്റൂം രണ്ടും സെയിം ആണ്. പൂൾ സൂട്ടും പ്രീമിയം സൂട്ടും സെയിം തന്നെയാണ് വരുന്നത്. നല്ല ആംബിയൻസ് ആണ് റൂംസിനകത്തും ഒരുപാട് ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. കപിൽ ദേവ് അങ്ങനെയുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു വാഷ്റൂം ഏരിയ. വാഷ്റൂമിൽ ഒരുപാട് കോംപ്ലിമെൻ്ററീസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ലോഡ്സിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങിൽ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. റൂംസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത്. റൂംസ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രീമിയം ആണെങ്കിലും നല്ല കിടിലൻ ബാൽക്കണി വ്യൂ ഒക്കെ. മിനി ബാറൊക്കെ ഉണ്ട്. മിനി ബാറിൽ നമുക്ക് എന്തെങ്കിലും കോംപ്ലിമെൻ്ററീസ് ഫ്രൂട്ട്സോ ജ്യൂസൊക്കെ വേണമെങ്കിൽ അവർ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരും. ഇത് ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലാണ്. ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡോർ ഗെയിംസ് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാനിങ്ങനെ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഫുൾ ഈ ഫ്ലോറൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നല്ലൊരു വൈബാണ് ഇത് കൂടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. താഴോട്ട് റിസപ്ഷനാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബാങ്ക്വറ്റ് ഹാളും അതുപോലെ ഇപ്പോൾ നമുക്കൊരു ഒഫീഷ്യലി എന്തെങ്കിലും മീറ്റിങ്ങിൻ്റെ പർപ്പസിനൊക്കെ വരുന്ന ആളുകൾക്കുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഫോട്ടോസാണ് ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ. ക്രിക്കറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നിർമ്മിച്ചത്. ഗെയിംസിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇവരുടെ. ടേബിൾ ടെന്നീസ് ഉണ്ട്, അതുപോലെ തന്നെ സോക്കർ ഉണ്ട്, പിന്നെ അതവിടെ ക്യാരംസും ചെസ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇതിൻ്റെ. അടിപൊളിയാണ്, നല്ല ഒരു ആംബിയൻസ് വൈസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയാണ് പുറത്തേക്കുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് പൂള് കാണാൻ പറ്റും. പൂള് കുറച്ചും കൂടെ ഹൈഡ് ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ, ഹൈവ സ്വിമ്മിംഗ് പൂൾ ഇവിടുന്ന് നല്ല അടിപൊളി. സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു മൗണ്ടൈൻസ്, ഒരു വലിയ മല കാണുന്നുണ്ട്. എടക്കൽ കേവ്സിൻ്റെ ഭാഗമാണ് തോന്നുന്നു. പിന്നെ ഇത് പൂൾ ഇവിടുന്ന് കുറച്ചും കൂടെ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഇത് നേരെ ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ ആണ് കേട്ടോ. കണ്ടോ,
അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് ഐറ്റം മെനു ഉണ്ട് കേട്ടോ. ഒരു ത്രീ ടൈപ്പ് ജ്യൂസസ്, ടീ, കോഫി, ഡെസേർട്സ്, ഇഡ്ഡലി, ദോശ, ഭട്ടൂര, ഉഴുന്നുവട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ പാൻ കേക്ക് സംഭവമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്, സലാഡും എല്ലാം വരുന്നുണ്ട്, കേക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് കിടുവാണ് കേട്ടോ. പിന്നെ ഡെസേർട്ടും ഇഡ്ഡലി, ദോശ, 3 ടൈപ്പ് ജ്യൂസ് വരുന്നുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, ഭട്ടൂര, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നോൺ വെജ് ഇല്ല, ടീ, കോഫി എല്ലാം ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൽ അത്യാവശ്യം നല്ല മെനു ഉണ്ട്, ഒരുപാട് ഐറ്റം മെനു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കഴിക്കുമെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാം. പുറത്ത് നല്ല ആംബിയൻസ് ആണ്, ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലൈമറ്റാണിപ്പോൾ. അപ്പോൾ നമ്മുടെ മോറിക്യാപ്പ് ലോഡ്സ് 83 നമുക്കൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വയനാട് വളരെ സേഫാണ് കേട്ടോ. വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എല്ലാം തന്നെ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോഴും ആളുകൾക്ക് ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട് വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, വയനാട് സുരക്ഷിതമാണ്. പിന്നെ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതി ദുരന്തമാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ഏത് ലൊക്കേഷനിലായാലും എവിടെ വേണമെങ്കിലും ഇത് സംഭവിച്ചേക്കാം എന്ന് കരുതിയിട്ട് ആരും വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യാതെ നിൽക്കരുത്. വയനാട്ടിൽ ടൂറിസം മേഖലകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ദൈനംദിന ജീവിതത്തിനായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയനാട് ടൂറിസത്തെയും വയനാട്ടിലെ ഒരുപാട് മനോഹരമായിട്ടുള്ള റിസോർട്ടുകളും നമ്മുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഓണം വെക്കേഷനൊക്കെ വയനാട്ടിൽ ഫാമിലി മൊത്തത്തിൽ മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം നമ്മുടെ ഈ ഒരു ലോഡ്സ് 83 എന്ന കംപ്ലീറ്റ്ലി ഒരു ക്രിക്കറ്റ് ടീം ബേസ്ഡ് കൊണ്ടുള്ള ഒരു ലക്ഷറി റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഫുഡ് ആയാലും ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മളോടുള്ള ആ ഒരു ബിഹേവിയറൊക്കെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. മൊത്തത്തിൽ റൂംസ് ആയാലും നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് വർത്തായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും വയനാട്ടിൽ നിങ്ങൾ ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മോറിക്യാപ്പ് ലോഡ്സ് 83 എന്ന ക്രിക്കറ്റ് തീം ബേസ് ചെയ്തിട്ടുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ റിസർവേഷനായിട്ട് ഞാൻ താഴെ ഒരു കോൺടാക്റ്റ് നമ്പർ കാണിക്കുന്നുണ്ട്, അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ മോറിക്യാപ്പ് അതുപോലെ നമ്മുടെ ലോഡ്സ് 83 വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് യാത്രകൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഓണം നിങ്ങൾ ലോഡ്സ് 83 സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ.